കിട്ടി എന്തായാലും. അതാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിൽ നിന്ന് റിപ്ലൈ ആണല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാൻ പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. എപ്പോഴും പറയുന്നത് എല്ലാരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ബിഷപ്പ് രേണുസുധയുടെ വീട്ടിലോട്ട് ഒരു നോട്ടീസ് വിട്ടിട്ടുണ്ടായിരുന്നു. 7 ദിവസത്തിനുള്ളിൽ തനിക്കെതിരെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ പിൻവലിച്ചില്ലെങ്കിൽ ആ വീടും, അതായത് ബിഷപ്പ് കൊടുത്ത സ്ഥലം തിരിച്ചെടുക്കും എന്നുള്ള രീതിയിൽ. ഇപ്പൊ കിച്ചു അതിനെതിരെ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇപ്പൊ ചെയ്യ നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ അമ്മയുടെ പേരിൽ എന്റെ പേരിലാണ് സംഭവം കേസായിട്ടിരിക്കുന്നത്. ബിഷപ്പ് എന്ന് പറഞ്ഞ ആ പുള്ളിയെ കൊണ്ട് കേസ് കൊടുത്താൽ എന്തിന്റെ പേരിലാന്ന് അറിയാമോ? നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്താണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ലൈവിലാണ് ഒരു ക്വസ്റ്റ്യൻ വന്നായത്. അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് റിപ്ലൈ എടുത്തത്. ഇതിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അവർക്ക് പിന്നെ തന്നവർക്ക് പിന്നെ ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ നമ്മുടെ വലിയ കേസായി. ഈ കാര്യം ശരിക്കും പോയിട്ട് കിച്ചു പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് രേണുവിനെയാണ്. നിങ്ങളെ കാരണമാണ് ഈ സാധനം ഇപ്പൊ എന്റെ പേരിലും കൂടെ വന്നേക്കുന്നത്. കാരണം രേണുസുധയുടെ കൂടെ നിൽക്കുന്ന ഇത്തൽ കണ്ണയും കൂടെ ചേർന്നാണ് ഈ പ്രശ്നങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. ആ പെണ്ണുമ്പിള്ള എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേക്കുന്നത് എന്നറിയോ? അവരുടെ വീഡിയോസിന്റെ തംബ്ലൈൻസ് ഒക്കെ ഒന്ന് കാണണം. ആർക്കാണെങ്കിലും ഒരു മനുഷ്യനെ പിറകെ കിടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ചെയ്തു പോവടോ. നമ്മൾ ഒരു സാധനം കൊടുത്തിട്ട് അതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും നാണം കെടുത്തുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അതേ ഇവിടെ നടന്നിട്ടുള്ളൂ. ആദ്യം കിച്ചു ചെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് രേണുസുധിനെയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിഷപ്പാമ്പ് എന്നൊക്കെയാണ് ആ ബിഷപ്പിനെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കിച്ചു ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്ന അവരോട് പറയുക. പണ്ടേ പറഞ്ഞു എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ ഞാനില്ല ഈ കാര്യത്തില്. ഇനിയിപ്പോ പള്ളിയായി കൈവച്ചാൻ പോണം. ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കും. കോട്ടയത്തോട്ട് പോകാൻ അതിപ്പോ കൈപ്പറ്റാനായിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല. എന്റെ അഡ്രസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു. അങ്ങനെയാണ് ബല്യമ്മ പറഞ്ഞത്. എടാ നിന്റെ ID കാർഡ് ഉണ്ടല്ലോ, ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ, അതിലുണ്ടാവും നിന്റെ അഡ്രസ്. അത് നോക്കിയാൽ മതി. അപ്പൊ അറിയാം നിന്റെ അഡ്രസ് ഏതാന്നുള്ളത്. വല്ല കാര്യം ഉണ്ടായിരുന്ന എന്നെ ഇതിലോട്ട് വലിച്ചിടണ്ടേ എന്നുള്ളത് പോയി ചോദിക്കേണ്ടത് രേണുസുധിയുടെ അടുത്താണ്. എന്തുവാണ് പറയാനുള്ളത്? വളരെ സന്തോഷം. നല്ലൊരു സംഭവമാണ്. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടായിരുന്നിട്ട് നമ്മുടെ പേരിൽ കേസായി കിട്ടി എന്തായാലും. അതാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൈഡിൽ നിന്ന് റിപ്ലൈ ആണല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാൻ പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. എപ്പോഴും പറയുന്നത് എല്ലാരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും പേരിലാണ് കേസ്. ഇങ്ങനെയാണ് എനിക്ക് പേരിലല്ലേടാ വീട്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോ അങ്ങനത്തെ ഒരു സ്കീമായിരിക്കും. അല്ല ഇപ്പൊ പറഞ്ഞിട്ടെടുത്തിട്ടൊന്നുമില്ല. മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് തന്നതിനെ പറ്റിയും പറഞ്ഞിട്ടൊന്നുമില്ല. വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്ന് അറിയത്തില്ല. കിച്ചു ആണ് ആ വീടിന്റെ പ്രധാന അവകാശി. അവനില്ലാതെ പ്രശ്നമാണ് ആ വീട്ടിൽ കയറി വലിഞ്ഞു കയറി താമസിക്കുന്ന ആൾക്കാർക്ക്. എന്റെ പേരിലാണല്ലോ വീട്. ചിലപ്പോ ആ കൊണ്ട് ചിലപ്പോ വന്നേക്കാം. അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലേ? കേസല്ലേ പോലീസ് കേസ്. നോക്കാം എന്തായാലും. ഇപ്പം വേറെ വഴിയില്ല. ഇപ്പൊ അനുഭവിക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ നിങ്ങൾ അറിയണമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലോ. വട്ടാക്കണ്ട, വീഡിയോ കണ്ടാ മതി. ഇങ്ങനെ വരുവാണെങ്കിൽ വീഡിയോയിലുണ്ട്. എല്ലാ വിശദമായിട്ട് അതിനകത്തുണ്ട്. പറയണമെന്ന് തോന്നി. എന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഇങ്ങനെ തരണമെന്ന് ഉണ്ടായിരുന്നു. അന്ന് ലൈവിൽ കൂടെ ആണെങ്കിലും പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചു. പെട്ടെന്നാവുമെന്നും വിചാരിച്ചില്ല. പെട്ടെന്നായിരുന്നു കാര്യം. ഇപ്പൊ ഇന്നലെ വിളിച്ചിങ്ങനെ പറയുന്നു നിങ്ങൾ കട ജ്യൂസ് കുടിച്ചോണ്ടിയാൽ കേസായി. കോട്ടയം വരെ പോണോ?
ഞാൻ നിൽക്കുന്നതാണേലും കൊല്ലത്താണ്. എന്റെ പഠിത്തവും ഒരു ബന്ധവും ഇല്ല. കാര്യമില്ലാതെ കാര്യം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോയി നിൽക്കാറുള്ളൂ. കേസായിട്ടില്ല, ജസ്റ്റ് വക്കീൽ നോട്ടീസ് അയച്ചതേ ഉള്ളൂ. 7 ഡേയ്സിനുള്ളിൽ തനിക്കെതിരെ ഇട്ടിട്ടുള്ള വീഡിയോസ് പിൻവലിക്കണം, ഇല്ലെങ്കിൽ കേസാവും. കൊടുക്കേണ്ടത് ഞാനല്ലല്ലോ, കൊടുക്കേണ്ടവരെ കൊടുക്കട്ടെ എന്ന്. ആ വീട് കിച്ചുവിന്റെ പേരിലാണല്ലോ, അപ്പൊ ആ വീട് കിച്ചുവിന് കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. എങ്ങനെയെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ അല്ലെങ്കിൽ കിച്ചുവിന്റെ പേരിലുള്ള ആ വീട് അവര് തിരിച്ചെടുത്ത് പോട്ടെ, അവൻ പെരുവഴിയിലാവട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇവർ ഈ വീട് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാം എന്നുള്ള വല്ല ധാരണയാണോ? അല്ല, സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പൊ വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ച് കേൾക്കാൻ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട് വിവാദം നടക്കുന്നത് അറിഞ്ഞ പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ഒന്നും അറിഞ്ഞില്ല. അതെന്താണോ രേണുസുതി ഒന്നും അറിയാത്തിരുന്നേ? എല്ലാം വിളിച്ചു പറയുന്ന എല്ലാ വീഡിയോസിന്റെ കമന്റ്സും എല്ലാം വായിച്ചു തേക്കുന്ന കൂട്ടുകാരികൾ ഒന്നും വിളിച്ചു പറഞ്ഞില്ലേ? അയ്യോ എന്ത് പറ്റി? കൂട്ടുകാരികൾക്കൊന്നും പറയാനില്ലായിരുന്നോ? കൂട്ടുകാരികൾ വിളിച്ചു പറഞ്ഞില്ലേ? വീഡിയോ ചെയ്തില്ലേ? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരി. ഞാനൊന്നും അറിഞ്ഞില്ല. എന്താ മറ്റേ ഇതിലെല്ലാം ഉള്ള മറുപടി നമ്മുടെ ക്രൈം ഫയലിനകത്ത് നമ്മുടെ അച്ഛനല്ലേ വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് ഫാദർ ക്ലെമന്റ് കാളിയാണ്. അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ഊഹിച്ചോ. പൊക്കോ അതൊക്കെ ഉണ്ട്, പൊക്കോ. ഓക്കെ ബൈ. എന്റെ പിഴ എന്റെ മാത്രം പിഴ കിട്ടോ, അതാണ് ഡയലോഗ്. പിന്നെയും കളിയാക്കുവാണ്. കിച്ചു ആയി, കിച്ചുവിന്റെ പാടായി. ഇപ്പൊ വീടിരിക്കുന്നത് കിച്ചുവിന്റെ പേരിൽ, കിച്ചുവിനെ തോന്നുന്നത് ചെയ്യട്ടെ, എനിക്കായാലും എനിക്ക് ഇതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. കളിയാക്കുവാ അങ്ങനെ. ഉളുപ്പ് വേണം കുറച്ചെങ്കിലും. ശരി എന്നാ.